നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെന്നൈയിൻ എഫ് സിയുടെ കോച്ചാണ് ഓവൻ കോഹ്ലി. വളരെ മികച്ചൊരു കോച്ചാണ്. എന്തായാലും അദ്ദേഹമായിട്ട് വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എന്താ പറയുക ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിന് ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അതായത് ചെന്നൈയിൻ എഫ് സി കോച്ചായ ഓവൻ കോഹ്ലിനെ സാക്കിയാവേണ്ട സാധ്യതകളുണ്ടെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ മോശം പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക ഈസ്റ്റ് ബംഗാളിൻ്റെ ഹെഡ് കോച്ചിനെയും അത് കാഴ്സ് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ മിഗാൽ സെറയ്ക്ക് സാക്ക് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഓവൻ കോഹ്ലിനും വലിയ സാധ്യതകളാണ് സാക്ക് ചെയ്യാൻ, അതായത് സാക്ക് ചെയ്യപ്പെടാൻ എല്ലാവരും പറയുന്നത്. ബട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരു ഓൾറെഡി ഈ ഒരു സീസണിൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ളൊരു കോൺട്രാക്റ്റ് ഓവൻ കോഹ്ലിന് നൽകി കഴിഞ്ഞു. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇത് ഓവൻ കോഹ്ലി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടീം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ കാര്യം നോക്കിയാൽ അവരുടെ ഫോറിൻ സൈൻ നോക്കുമ്പോൾ ഒരു ഐ ലീഗ് ലെവൽ സൈനിങ് ആണ് എല്ലാം തന്നെ. ഇപ്പോൾ നിങ്ങൾ ഐഎസ്എല്ലിലെ ക്ലബ്ബുകൾ നോക്കി കഴിഞ്ഞാൽ ഹൈദരാബാദ് എഫ് സി, ജംഷഡ്പൂർ എഫ് സി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെന്നൈയിൻ എഫ് സി, ഇവർക്ക് 3 പേർക്കും ഒരു ഐ ലീഗ് ടൈപ്പ് ഓഫ് സൈനിങ് ആണ് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഇവർ നടത്തിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല ഇന്ത്യൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെന്നൈയിൻ എഫ് സി. ബട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റിയാലിറ്റി എന്ന് പറയുന്നത്, അതായത് സൈനിങ്സിൻ്റെ കാര്യത്തിൽ, അതായത് ഫോറിൻ സൈനിങ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് പങ്കുവയ്ക്കുന്നത് അതിൽ വളരെ മോശമായി പോയി ചെന്നൈയിൻ എഫ് സി ഈ ഒരു സീസണിലും കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലൊക്കെ. ഇതൊരു ആദ്യത്തെ 5 സീസണിൽ ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കിയ പോലല്ല അത് കഴിഞ്ഞുള്ള സീസണുകളിൽ അവർ ഇറക്കാൻ തുടങ്ങുന്നത് ഫോറിൻ പ്ലേയേഴ്സിനെ. എന്തോ പൈസയുടെ ഒക്കെ ഇഷ്യൂ അവർക്കുള്ളതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും ചെന്നൈയിൻ എഫ് സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമാണ്. സോ എന്തായാലും ചെന്നൈയിൻ എഫ് സി തിരിച്ചു വരും എന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും ഓവൻ കോഹ്ലിനെ സാക്കിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചാണ്. കഴിഞ്ഞ സീസണിൽ അവരെ പ്ലേ ഓഫിൽ എത്തിച്ചു. കാരണം അത്ര മികച്ച ടീം പോലും അല്ലായിരുന്നത്. അവർക്ക് തന്നെ അറിയാം, മാനേജ്മെൻറ്റിന് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ടാണ് അവർ വീണ്ടും ഓവൻ കോഹ്ലിയെ നിലനിർത്തിയിരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തില്ലെങ്കിൽ അടുത്തൊരു കളി ബൈ.